ഗവൺമെന്റ് ജോലിക്കാരി അമ്മ ഒരു ഗവൺമെന്റ് ജോലിക്കാരി ആവേണ്ടതായിരുന്നു. അവർക്ക് തോന്നണ്ടേ? തോന്നിയല്ലേ? ഇത് അമ്മയുടെ മകനാ കേട്ടാ. ആ അളീന അവിടെ പണിക്ക് പോകുന്നുണ്ട്. അളീന അവിടെ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. രാവിലെ കേട്ടില്ല. രാവിലെ എഴുന്നേക്ക് വീട്ടിലായിരുന്നോ? ഞാൻ എണീറ്റായിരുന്നു, പശുവിനെ കറക്കാൻ പോയില്ലേ. ആ പിന്നെ ഇവിടെയാണോ താമസം? ഞാനോ? ആ ഇവിടെ അല്ല. പിന്നെ എവിടെയാ താമസിക്കുന്നത്? അല്ല, കുടുംബ താമസം. ആ കുടുംബ താമസം എവിടെയാ? ആണോ? കുടുംബം അല്ലാതെ താമസിക്കാൻ പറ്റുമോ? എല്ലാരും കൂടെ അല്ലാതെ താമസിക്കാൻ പറ്റുമോ? എല്ലാരും കൂടെ അല്ലാതെ താമസിക്കാൻ പറ്റുമോ? ആ എന്നാ രാവിലെ ആലോചിക്കുന്നേ? ഒരു കുടുംബക്കാർക്ക് താമസിക്കാൻ പറ്റും. ആ ഒരു കുടുംബക്കാർക്ക് താമസിക്കാം. എത്ര പേരുണ്ട്? നമ്മൾ 4 പേര്. 5 പേരുണ്ട്, ഒരാളില്ല. പിള്ളേർ എത്രയാ? പിള്ളേർ 2 പേര്. നിങ്ങൾ 2 പേരല്ലേ? ആ ജോലിയൊന്നുമില്ലല്ലോ വേറെ? ഓ വെറുതെ ജോലിയൊന്നുമില്ലെന്നേ. പിന്നെ ചാച്ചനൊക്കെ ഉണ്ടോ? ആ അമ്മയുണ്ട്, ചാച്ചനില്ല. ഇന്നത്തെ മൂഡ് ഇങ്ങനെയാണ് രാവിലെ. ഇന്ന് ഏലിക്കുട്ടിയുടെ മൂഡ് ഇങ്ങനെയാണ് രാവിലെ. ഏലിക്കുട്ടിയുടെ മൂഡ് ഇങ്ങനെയാന്ന് പറയുന്നത്, രാവിലത്തെ മൂഡ്. എലിക്കുട്ടിനെ അറിയോ? മൂഡ് മൂടെന്ന് പറയും. രാവിലത്തെ രീതികൾ, രാവിലത്തെ പെരുമാറ്റം, രാവിലത്തെ പെരുമാറ്റത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇന്നിങ്ങനെയാണ്. ഞങ്ങളുടെ വീടോ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ആര്? ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാ? ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാന്ന്? ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരാന്ന്? ഞങ്ങൾ ആരാ? ഒരു കൂട്ടര്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഏലിക്കുട്ടിയമ്മ, ജോമോന്, ജോമോള്, വിവാന്, വിവീന അല്ലേ? ജോമോന്, ഏലിക്കുട്ടിയമ്മ, വിവീന, വിവാന് അല്ലേ നമ്മള്? നല്ല ചായ എടുത്ത് കുടിക്കും കേട്ടാ. രാവിലെ ജോമ വീഡിയോ എടുക്കാൻ വന്നേപ്പാ. രാവിലെ അമ്മ ഹാപ്പിയല്ലേ? നല്ല ചിരിയെ കേട്ടാ രാവിലെ ഇറങ്ങി വരണ്ട, അതാ ചാടി എടുത്തേ. ഞാനിങ്ങ് പോണില്ല. രാവിലെ മുടിയൊക്കെ ഒന്ന് ചീവി വെച്ചേക്കാന്ന്, വീഡിയോ എടുക്കുവല്ലേ. ചിത്രാന്തിയെ പോലെ ഇരിക്കാതെ അല്ലേ? അതുകൊണ്ട് മുടിയൊക്കെ ഒന്ന് ചീവി വെച്ചേക്കാലോന്ന് ഓർത്താ. അമ്മയുടെ മുടി ചീവണം. അമ്മയുടെ മുടി ചീവണം. നിർബന്ധമൊന്നും ഇല്ല അമ്മയ്ക്ക്. ഒന്നിനും നിർബന്ധം ഇല്ലല്ലോ. പള്ളിയിൽ പോകുമ്പോഴൊക്കെ അമ്മയ്ക്ക് ഒന്നിനും നിർബന്ധം ഇല്ലല്ലോ. അമ്മയുടെ തലമുടി വെട്ടിയിട്ടേ ഇത്തവണ ചീവിയാൽ ഇരിക്കുകയല്ല. അത് എന്തൊരു കുഴപ്പമാണ്. ഈ തലമുടി നമുക്ക് വെട്ടണ്ട കേട്ടോ. പണ്ട ഇരുന്ന പോലെ തന്നെ അമ്മക്ക് ആക്കാം. വെട്ടിക്കളഞ്ഞിട്ട് ചീവിയിട്ട് ഇരിക്കുന്നില്ല, വേറെ എന്തോ പോലെ ഇരിക്കുന്നത്. മര്യാദക്ക് ഇരിക്കുന്നില്ല. അനുസരണ ഇല്ലാത്ത മുടിയാന്ന് എനിക്ക് തോന്നുന്നത്. ആണോ? കൂടിയല്ല. അനുസരണേ ഇല്ലാത്ത മുടിയാ. ആ ചായ പോയി കുടിച്ചോ. വീടാണോ ഇത്? നമ്മുടെ വീടാ, ഏലിക്കുട്ടിയമ്മയുടെ വീടാ കേട്ടോ. ചായ പോയി കുടിച്ചോ. ഇല്ല. അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, ആ മേശയിൽ വെച്ചിട്ടുണ്ട്. ആ പോയി കുടിച്ചോ. മക്കൾ ഒരാൾ ഉറങ്ങുക, ഒരാൾ പഠിക്കാൻ പോയി. രാവിലെ നല്ല ഹാപ്പി മൂഡാണല്ലോ. രാവിലെ നല്ല ഹാപ്പി മൂഡാണല്ലോ. കാപ്പിക്കൂടല്ല, ഹാപ്പി മൂഡ്. ഹാപ്പിയാന്ന് പറയുന്നത്. ആ ഹാപ്പി എന്ന് പറഞ്ഞാൽ അറിയത്തില്ലേ? സന്തോഷം. നമ്മുടെ ഇടയ്ക്ക് പറയുന്നതാണല്ലോ, ഇടയ്ക്ക് പറയുന്ന. ചൂടാണോ? ആ ഫാൻ ഇടണോ? ഫാൻ ഇടണോന്ന്? വേണ്ട, ആർക്കുള്ളൂ അല്ലേ? ആ പൊടി വീഴും. അത് തന്നെ. ഇതൊക്കെ ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവോ? ഇവര് ഫുഡ് കഴിക്കുമ്പോൾ ഫാൻ ഇട്ടുണ്ടായിരുന്നാ കഴിക്കുള്ളൂ. എനിക്ക് 2 പിള്ളേരേ ഉള്ളൂ. 2 പിള്ളേര്. ആ ആണും പെണ്ണുവാ. ആ പഠിക്കുവാ. പഠിക്കാൻ? ഒരാള് നേഴ്സിംഗ് പഠിക്കുന്നത്. നേഴ്സിംഗ്
ഡിഗ്രിയാണോ? ആ ഡിഗ്രി നേഴ്സിങ്. അമ്മയ്ക്ക് ഈ മനുഷ്യനെ അറിയത്തില്ലേ? അമ്മയ്ക്ക് ഈ മനുഷ്യനെ അറിയത്തില്ലേ? ഞാൻ മനസ്സിലാക്കുന്നില്ല. കണ്ടിട്ട് ഇങ്ങനെ വല്ലപ്പോഴൊന്ന് കാണുന്നല്ലോ. നിങ്ങൾ എന്തിനാ എന്നും വരാതിരിക്കുന്ന അമ്മയുടെ അടുത്ത്? ആ എന്തിനാ വരാത്തേന്ന് ചോദിച്ചു. എന്നും എന്റെ അടുത്ത് എന്നാ വരാത്തേന്ന് ചോദിച്ചേ. അവർക്ക് തോന്നണ്ടേ? തോന്നിയല്ലേ? ഇത് അമ്മയുടെ മകനാ കേട്ടാ. ജോമോൻ. ജോമോൻ എന്ന് പറഞ്ഞ മകനുണ്ടോ? ഞങ്ങൾ പിന്നെ ഉണ്ടല്ലേ? ആ മകനാ. നമ്മളൊക്കെ വളർത്തുകയല്ലേ. അമ്മ വളർത്തിയതല്ലേ? ആ അതായത് അമ്മ വളർത്തിയതല്ലേ, പ്രസവിച്ച് വളർത്തിയതല്ലേ? വളർത്തിയത് മാത്രമാണോ? പെറ്റതും കൂടെയാ അല്ലേ? അതെ, പെറ്റതും കൂടെയാ. എന്താ പെറ്റതല്ലേ ഇതിനെ? ഇതിനെ പ്രസവിച്ചതല്ലേ? പിന്നെ? ആ ഈ മടുത്തല്ലേ? ചില ദിവസം അമ്മയ്ക്ക് നല്ല സന്തോഷ, ചില ദിവസം അമ്മയ്ക്ക് ചില ചില ദിവസം ഒരു സങ്കടമാണ്. ചില ദിവസം എന്താന്നൊന്നും നമുക്കറിയത്തില്ല. ചില ദിവസം മൂടൊട്ടുമില്ല. ആ അമ്മ തന്നെ പറയുന്നുണ്ട് ആന്ന്. ചില ദിവസം ഒരു മൂടുമില്ല. ഞാനൊന്ന് വന്നിട്ടുണ്ടോ ഞാൻ? അമ്മയോ? അമ്മ സ്ഥിരം ഇവിടെയാ. അമ്മ സ്ഥിരം ഇവിടെയാ. ആണോ? ആ കേട്ടപ്പോ കിടപ്പും ഇരിപ്പും കഴിപ്പും എല്ലാം. അമ്മയുടെ വീട് ഇതല്ലേ? അമ്മയുടെ വീട് ഇതല്ലേ? ആണോ? പിന്നെ അത് ശരി. ഇതല്ലേ നമ്മുടെ വീട്? ഞാറുകുളത്തിരക്കട്ടെ വീട് ഇതല്ലേ? അതല്ലേ അമ്മ ഇവിടെ ഇരിക്കുന്നേ? അത് ശരി. ആ ഇതെല്ലാം അമ്മ ഇത് സ്ഥിരം ചോദിക്കുന്ന കേട്ട് കേട്ട് എല്ലാരും മടുത്തെന്നാ പറഞ്ഞേ. നമ്മള് ഇവിടുന്ന് മാറി പോയതാണോ? ഇല്ല, നമ്മളിവിടെ തന്നെയായിരുന്നു. ആണോ? നമ്മൾ പടിഞ്ഞാറുന്ന് വേറെ പോയെടുത്ത് നേരെ ഇങ്ങനെ പോകുന്നതല്ലേ. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നും പോയിട്ടില്ല. ആ വേറെ പോയ വീടിന്റെ ആയിരിക്കുന്ന സ്ഥലം ഒന്ന് കാണിക്കണം. നിങ്ങൾ ആണുങ്ങൾ എത്ര പേരായിരുന്നു? എലിക്കുട്ടിക്ക് എത്ര മക്കളാ? അമ്മയ്ക്ക് എത്ര മക്കളാ? അമ്മയ്ക്ക് എത്ര മക്കളാ ഉള്ളേ? ഞാൻ ഓർമ്മയില്ല. ഇല്ലേ? എത്ര മക്കളാന്ന്? മക്കളെല്ലാം മറന്നുപോയോ? ആണുങ്ങൾ ആൺപിള്ളേരായിരുന്നു കൂടുതൽ. ആ ആൺപിള്ളേരാ കൂടുതൽ. എത്ര പേരുണ്ട്? ഒരു പെങ്കൊച്ചുണ്ട്. ആ അവരെ പെങ്കൊച്ച്. അമ്മയുടെ പെങ്കൊച്ചേ അമ്മേനെ കാണാൻ വരാറുണ്ടോ? അതിന്റെ വരാത്തെ ചോദിക്ക എന്നാ വരാത്തേന്ന്. അവളെങ്ങാണ്ട് പുറത്തല്ലേ? ആ പുറത്താ. മക്കളെയൊക്കെ നോക്കി പുറത്താ. ഇപ്പൊ നാട്ടിലുണ്ട്. ജോലി കേട്ടോ? ജോലിയൊന്നുമില്ല. പിന്നെ ഞാൻ പോയത് മക്കളെ നോക്കാൻ. അങ്ങനെ പോയതാ. പോയിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട്. നാട്ടിലുണ്ട്. അവന് ജോലിയുണ്ടോ? ആ നാട്ടിലുണ്ടെന്നേ. ഇപ്പൊ ഇവിടെ ഉണ്ട്. മരങ്ങാട്ടുപള്ളിയിലുണ്ട്. കോഴിക്കും ഇവിടെ പാലക്കാട്ടുമല. മരങ്ങാട്ടുപള്ളി. ആ അവിടെയാണോ താമസം? ആ അവിടെയല്ലേ കെട്ടിച്ചേക്കണേ? പാലക്കാട്ടുമലയല്ലേ? ഞാൻ കണ്ടിട്ട് ഇത്ര നാളായി. കണ്ടിട്ട് ഒത്തിരി നാളൊന്നും ആയില്ല. ഒരു മാസത്തിൽ കൂടുതലായില്ലല്ലോ. ഒരു മാസം ഉടുപ്പൊക്കെ ആയിട്ട് വന്നല്ലേ? പോയിട്ട് ഇപ്പൊ എത്ര വർഷമായി? അവളങ്ങോട്ടും. എവിടെ? അവര് എങ്ങോട്ട് പോയിട്ട്? പോയി ജോലിക്കും ഒക്കെ പോയിട്ട്. അവൾക്ക് ജോലിയൊന്നും ഇല്ലല്ലോ. വീട്ടു ജോലിയല്ലേ? അവള് വീട്ടിലെ പണിയല്ലേ ഉള്ളൂ. ജോലിയൊന്നും ഇല്ലല്ലോ. അവക്കെ ജോലിയൊന്നും ഇല്ലെന്നേ. ജോലിയില്ലേ? ഇല്ല ഇല്ല. പിന്നെ എവിടെ പോണോ? അവളിപ്പോ വിദേശത്ത് പോയത് കൊച്ചിനെ നോക്കാൻ പോയല്ലേ. ഇപ്പൊ നാട്ടിലുണ്ട്, വീട്ടിലുണ്ട്, പാലക്കാട്ടുമലയിലുണ്ട്. കുടുംബക്കാരെ നോക്കുവായിരുന്നു. ആ അവനോ ഗവൺമെന്റ് ജോലിയാണ്? ഓ ഗവൺമെന്റ് ജോലിയൊന്നും ഇല്ലെന്നേ. സാധാ ജോലി. പിള്ളേർ എത്രയുണ്ട്? ഈ 2 പിള്ളേരല്ലേ? ഉണ്ണിക്കുട്ടനും അപ്പവും. ഗവൺമെന്റ് ജോലിയൊക്കെ ഇല്ലേ? ഏലിക്കുട്ടിയുടെ 2 ആമക്കൊക്കെ ഉള്ളത്. ഗവൺമെന്റ് ജോലിയൊക്കെ അത് ഏലിക്കുട്ടി അമ്മയുടെ 2 ആമക്കൊക്കെ ഉണ്ട്. ഗവൺമെന്റ് ജോലി. ആ 2 ആമക്കൊക്കെ ഉണ്ടെന്ന്. ഉണ്ടോ? ആ അവർക്ക് ജോലിയുണ്ടോ? അവർക്ക് ജോലിയുണ്ട്. കൊടുത്തില്ലേ? പശുവിനെ ചക്ക കൊടുത്തു. ഇനിയിപ്പം അപ്പം കൊണ്ടുവന്ന കെട്ട. ആ അവിടെ കൊണ്ട കെട്ടാലോ. അത് തീർക്കട്ടെ. അല്ലേ പിന്നെ അത് ഭംഗിയിട്ടേക്കേ ഉള്ളൂ. ഇല്ല, രാവിലെ ചായ കൂടി ഇല്ല. രാവിലെ ചായ കൂടി ഇല്ല. വൈകുന്നേരം ഒരു നേരം ചായ കുടിക്കുള്ളൂ. ആ പള്ളിയിൽ പോയിട്ട് പോണവരാന്നേ. ആ പള്ളിയിൽ പോയിട്ട് പോണവര്. ആ പെൺപിള്ളേർ. ഇവിടെ നമ്മുടെ സ്ലീവാപുരം പള്ളി. സ്ലീവാപുരം പള്ളി. ആ അതല്ലേ നമ്മുടെ പള്ളി. രാവിലെ എല്ലാം മറന്നുപോയോ? ഇന്നെല്ലാം മറന്നുപോയെന്ന് തോന്നുന്നു. പിന്നെ സ്ലീവാപുരം പള്ളിയിലെ നമ്മുടെ നേരത്തെ പള്ളി. ഉറുമ്പുകല്ലേ പള്ളി ആദ്യത്തെ പേര്. പിന്നെ സ്ലീവാപുരം നാക്കി.
ചൂടാ. ആ ഇച്ചിരി ചൂട് നല്ലതല്ലേ, രാവിലെ മഴയൊക്കെ പെയ്തിരിക്കുമല്ലേ, വെയിൽ തെളിയുന്നുണ്ട് എന്നാലും. ആർക്കെ ആ 6 കുടിച്ചാൽ മതി, രാവിലെ വെയിലൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് കുറേശ്ശെ. ഈ സ്ഥലമൊക്കെ ഞങ്ങളുടെ ഏതാ സ്ഥലം ആ ഞങ്ങളുടെ. ആണോ? പിന്നെ ആ എന്നിട്ട് നമുക്ക് അറിയത്തില്ലേ, അമ്മ പറഞ്ഞ സ്ഥലം ഏതാണെന്ന് അറിയത്തില്ല, ഇവിടെ വീട് ഏതാന്നൊക്കെ ചോദിക്കുന്നത്. പിന്നെ ഈ വീട് ഏതാന്നൊക്കെ ചോദിക്കുന്നേ, സ്ഥലം നമ്മുടെ ആകുമ്പോൾ വീടും നമ്മുടെ അല്ലേ. പിന്നെ ആ നേരത്തെ താമസമല്ലേ ആ നേരത്തെ ഇപ്പോഴും താമസിക്കുന്ന ഇവിടെയാ. പേരിനെ വളർന്നു. വീടിന്റെ പേരൊക്കെ മറന്നുപോയോ? വീടിന്റെ പേരൊക്കെ മറന്നുപോയോ? ഞാൻ മറന്നുപോയി. ഷോ അമ്മേനെ കണ്ടോണ്ടിരിക്കുന്ന മക്കൾക്കെല്ലാം വീട്ടുപേര് അറിയാം. അതെ, എപ്പോഴും പറഞ്ഞ് അവരെ ബോറടിപ്പിക്കണ്ട. ബോറടിപ്പിക്കണ്ട. എന്തൊക്കെ വന്നുണ്ട്. അത് വഴിയാ പോകുന്നവരല്ലേ, അത് വഴിയാ പലരും പോകുന്നേ. ആരാ? ആ പോണ പിള്ളേർ ആ അവര് പള്ളി പോയിട്ട് പോകണവരാ. ചിത്രന്മാരൊക്കെ ആ അവര് പള്ളി പോയിട്ട് പോകണവരാ, രാവിലത്തെ കുർബാന കഴിഞ്ഞ് പോകണവരാ. ഈ സ്ഥലമൊക്കെ ഞങ്ങളുടെയല്ലേ. ഈ സ്ഥലമൊക്കെ പിന്നെ ഈ സ്ഥലമൊക്കെ എലിക്കുട്ടിയുടെ, ഇതിലെ എലിക്കുട്ടിയുടെ സ്ഥലങ്ങളാ. ഞങ്ങൾ മേടിച്ചിട്ടോ നേരത്തെ. ആണോ? ആരോട് മേടിച്ചേ? ഇവിടെ ഉള്ള ആൾക്കാരുടെ ഉണ്ടായിരുന്നു സ്ഥലം. ആണോ? ഇവിടെ ഞങ്ങളെ കാരണന്മാരുടെ ഒക്കെ. ആ കാരണന്മാര് മേടിച്ചിട്ടല്ലേ. അവനെവിടെ പോയില്ല വണ്ടിയുടെ ഉടക്കാൻ. ആരാ? അവൻ്റെ പേര് മറന്നുപോയി. വണ്ടിയുടെ ഉടക്കാരൻ്റെ പേര് മറന്നുപോയോ? പേര് മറന്നുപോയോ? വണ്ടിയുടെ ഉടക്കാരൻ്റെ പേര് മറന്നുപോയോ? ഇവിടെ താമസിക്കുന്നതല്ലേ. ആണോ? ആണോ? ആ അതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ താമസിക്കാത്തവർ ഇവിടെ കൊണ്ട് വണ്ടി ഇടുവോ? കപ്പ കപ്പ ഇടുന്നായിരുന്നു അതിനകത്ത്? ആ തൊട്ടിയില്ല? ആ തൊട്ടിയില്ല കപ്പ അവിടെ ഈ പറമ്പ് ആ പറമ്പ്. ആണോ? അതും കപ്പയാ. ആണോ? ഇപ്പം അതിനകത്തെല്ലാം പോതയാ. ഇവിടെല്ലാം കിണറായിപ്പോയി പോലെ. ആ ഇപ്പം പോത അതിനകത്തില്ല. പോതയൊക്കെ കൊടുത്തു വെച്ചേക്കോ. ആ പോത കുഴിച്ച് വെച്ചേക്കുവാ. നിങ്ങളാണോ വെച്ചത്? ആ നമുക്ക് പശുവില്ലേ, പശുവിന് കൊടുക്കണ്ടേ? കപ്പയിട്ട എലി കൊണ്ടുപോകും മുഴുവനും. ഉറപ്പിൻ്റെ അഭിഷേകമാണ്. അതുകൊണ്ട് നമ്മൾ കപ്പയും ചേനയും വാഴയൊക്കെ നിർത്തി, എന്നിട്ട് പോത വെച്ചു. പോതയാകുമ്പോൾ എനിക്ക് തിന്നത്തില്ലല്ലോ, എന്നിട്ട് എലി മറിക്കുന്നുണ്ട്. അമ്മേനുണ്ടോ? അമ്മയല്ലേ നിൽക്കുന്നേ? ഇല്ലേ, അമ്മയായി നിൽക്കുന്നേ. അമ്മയായി നിൽക്കുന്നേ, ഈ നിൽക്കുന്നതാണ് അമ്മ. ഞാനെങ്ങനെയാ ഇവിടെ വന്നേ? ആ എലിക്കുട്ടിയുടെ സ്ഥലമല്ലേ ഇത്, പിന്നെ എലിക്കുട്ടി എവിടെയാണ് നിൽക്കുന്നത്? എലിക്കുട്ടിയുടെ സ്ഥലത്തല്ലേ നിൽക്കുന്നത്? വീട്ടിലല്ലേ. ആ എലിക്കുട്ടിയുടെ വീടായത്. ഉദരക്കട്ടയിലല്ലേ? ആ ഉദരക്കട്ടയായത്. താമസിക്കണം. നീ ഇപ്പോഴും ഇവിടെയാണ്? ആ ഞാനിവിടെയാണ് താമസിക്കുന്നത്, എലിക്കുട്ടിയുടെ കൂടെയാണ് താമസിക്കുന്നത്. ഇവിടെയാണ്. ആ എലിക്കുട്ടീനെ നോക്കണ്ടേ? എലിക്കുട്ടീനെ നോക്കണ്ടേ? പോകണ്ടേ? എലിക്കുട്ടീനെ നോക്കണ്ടേ? നോക്കണ്ടേ? ആ ഞാനെന്നാരും ഇവിടെ ഇല്ലല്ലോ. പിന്നെ എവിടെയാ? ഞാൻ എൻ്റെ വീട്ടിലല്ലേ. ആ എൻ്റെ വീടായത്, എലിക്കുട്ടിയുടെ വീടാണിത്. വല്ലപ്പോഴും എങ്ങനെ ഒന്ന് വന്നെങ്കിലേ അവള്. വല്ലപ്പോഴും ഒന്നുമല്ല, വല്ലപ്പോഴും ഒന്നുമല്ല, എന്നും ഇവിടെയാ. ആണോ? ആ പോവാ. ആ ഇവിടെ സ്ഥിര താമസമാണ്. അവിടെ സ്ഥിരതാമസം എല്ലാവരും. അപ്പം നിനക്ക് എത്ര പിള്ളേരുണ്ട്? എനിക്ക് 2 പിള്ളേരെന്ന് പറഞ്ഞല്ലേ തുമ്പേ. അപ്പം നമുക്ക് അകത്തോട്ട് പോവാ, ചായ കുടിക്കാം. വാ. അവരെത്രയിലാണ് പഠിക്കണം? അവർ നേഴ്സിംഗ് ഒക്കെയാണ് പഠിക്കുന്നത്, നേഴ്സിംഗ് എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കാൻ പോകണം. വാ ചായ കുടിച്ചോ. ആ ഡിഗ്രി. ഒന്ന് ചായ കുടിച്ചോ. വാ. പിന്നെ അത്രയൊക്കെ ആയി. ഇവാനും ബിവിനെയും അമ്മയൊക്കെ അറിയത്തില്ലേ? പിന്നെ പെൺപിള്ളേരൊക്കെ ഉണ്ട്. വാ ഇന്ന് മൊത്തം മറന്നു പോയല്ലോ. പെൺപിള്ളേരും ഉണ്ട്. ഉണ്ടെന്നേ. പെൺപിള്ളയല്ലേ വിവീന, എപ്പോഴും വിവീന എന്ന് പറഞ്ഞു നടക്കണല്ലേ. ആ ആണും പെണ്ണുമായിട്ട് 2 പേര്. ആ വിവീന എന്നും പറഞ്ഞു നടക്കണല്ലേ. ആ അല്ല ചായ കുടിച്ചോ. ചായ തണുത്ത് കാണും. ചായേ തണുത്ത് കാണും ചായ. ആ അത് കുടിച്ചോ. തണുത്തില്ലേ? ഇപ്പൊ തണുത്തില്ലേ എത്ര നേരമായിട്ട്? ജോമോള് രാവിലെ കപ്പയൊക്കെ പൊളിച്ച് കഴുകാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്.
അമ്മ രാവിലെ ഇവിടെ നിന്ന് ചിരിക്കുന്നുണ്ട്. ബാ വാ 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 വരാൻ പറയാ ഇത് അമ്മയോട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചക്ക ബിരിയാണി ഉണ്ടാക്കാൻ മേടിച്ച ഇറച്ചിക്കൂട്ട് കുറച്ച് മിച്ചിട്ടുണ്ടായിരുന്നു, മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണ്ട് നമ്മൾ ഇന്ന് ഒരു വേറെ വിഭവം കപ്പ ബിരിയാണി. കരോട്ട വീട്ടിലെ ലീലാമ്മ ചേച്ചി ഇച്ചിരി കപ്പ തന്നു. ആ കപ്പ ഉപയോഗിച്ച് നമ്മൾ ഇന്ന് കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവാം. കപ്പ ബിരിയാണി. ചക്കയല്ല കപ്പ. ചക്ക നാളെ ഉണ്ടാക്കി തിന്നില്ലേ ചക്ക ബിരിയാണി. ആ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സാധനമാണ്. ഇവിടെ വിവിധ തരം ഇറച്ചികളിട്ട് കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. മനുഷ്യരെ ഇവിടെ താമസിക്കുന്നത്. മനുഷ്യരിവിടെ, അവിടെ പട്ടി താമസിക്കുന്നു. അത് പട്ടിയുടെ കൂട്. അവിടെ താമസക്കാരില്ല, സ്ഥലം കിടപ്പില്ല. സ്ഥലം കിടപ്പുണ്ട്. പിന്നെ അതെ, താമസിക്കാൻ ആളില്ലാത്തോണ്ട്. ചേട്ടന്മാരില്ലേ? ചേട്ടനിയന്മാരൊക്കെ ഉണ്ടെന്ന്. ഒരാൾ അപ്പുറം താമസിക്കുന്നില്ലേ? സാബു അപ്പുറം താമസിക്കുന്നുണ്ടല്ലോ. സാവുവോ? ആ സാവുവാണോ അവിടെ? ആ സാബുല്ലേ അവിടെ താമസിക്കുന്നേ. എത്ര പിള്ളേരുണ്ട്? സാബുവിനും 2 പിള്ളേര്. അമ്മ ഇടയ്ക്ക് പോയി അന്വേഷിക്കാൻ മേലായിരുന്നോ? ഇപ്പൊ പോകാൻ താല്പര്യമില്ലല്ലോ. ഇപ്പൊ അങ്ങനെ പോകാൻ താല്പര്യം. അവര് വല്ല ജോലിയുണ്ടോ? അവർക്ക് ജോലിയുണ്ട്. ജോമോന് മാത്രമേ ജോമോക്കോ ജോലി ഇല്ലാതെ ഉള്ളൂ. ഉള്ളോ? അവർക്ക് ജോലിയുണ്ടെന്നേ. ജോമോനെ അവന് ജോലിയില്ലാതെ. അത് ജോലിക്ക് പഠിച്ചില്ല, അതുകൊണ്ട്. ജോലിക്കുള്ള പഠിപ്പിച്ചില്ല, അതുകൊണ്ടാ. ഒന്ന് പിന്നെ എല്ലാത്തിനും പോകുമായിരുന്നു. അന്നിങ്ങനെ ഓരോ പല വകയായിട്ട് പോയില്ലേ? പോയി പറഞ്ഞിട്ട് കാര്യമില്ല. പ്രായത്തിന് ഓരോന്നും ചെയ്യാതെ നടക്കോ? പിന്നെ കിട്ടുമോ? ചെയ്യാൻ പറ്റുമോ? അതേന്നെ, പറഞ്ഞിട്ട് കാര്യമില്ല. പോയി പോത്തിട്ട് കാര്യമുണ്ടോ അല്ലേ? പിന്നെ ഇന്നത്തെ പേരൻസ് ആണെങ്കിൽ അവരെ മക്കളെ എല്ലാവരും എങ്ങനെയെങ്കിലൊക്കെ പഠിപ്പിക്കാൻ ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടുകയില്ല ജോലിയൊന്നും. ഇല്ലെന്നേ. ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ എങ്ങനെയായാലും കഷ്ടപ്പെട്ട് പഠിപ്പിക്കുക. ഞങ്ങൾക്ക് വന്ന അനുഭവം അവർക്ക് ഉണ്ടാവരുതെന്ന് പറഞ്ഞു. എനിക്കും പഠിക്കാൻ പറ്റിയില്ല. കപ്പ എന്ത് ഉണ്ടാക്കാനാമേ? കപ്പ ഒഴുങ്ങിയേക്കാം. രാവിലെ ഉണ്ടാക്കിയില്ലേ? ഇന്ന് രാവിലെ ഉണ്ടാക്കാനാന്നേ. ഉണ്ടാക്കാൻ പോണല്ലോ. ചായ കുടിച്ചു കഴിഞ്ഞോ? അമ്മ ചൂടാന്ന് പറഞ്ഞ് വെച്ചു. നിങ്ങളൊന്നും കഴിച്ചില്ലേ? നമ്മളാരും കഴിച്ചില്ലല്ലോ. അമ്മേ ചായ കുടിച്ചു. ചായ ചൂടാന്നും പറഞ്ഞു. തണുത്ത് ആർക്കാമേ? ഓ, അതിന് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. അതെ, ഇപ്പൊ ഈ വീഡിയോ പിടുത്തം മാത്രമേ ഉള്ളൂ. അമ്മയൊക്കെ സഹായിച്ചാ മതി. എലിക്കുട്ടിയമ്മ സഹായിക്കും. എലിക്കുട്ടിയമ്മയുടെ വില ഉണ്ടോ? എലിക്കുട്ടിയമ്മയുടെ വീഡിയോ കണ്ടിട്ട് മക്കളൊക്കെ സഹായിച്ചാ മതി. തണുത്തില്ലേ? ഒന്ന് വേദന നോക്കിയുണ്ടെന്നേ. ഒരു സുഖമില്ല, കൊണ്ട് ചെയ്യാൻ തന്നെ തോന്നുന്നില്ല. പോയി കിടക്കാൻ തോന്നുന്നു. ഇഞ്ചി ചിരണ്ടി അരിഞ്ഞ് റെഡിയാക്കി. വെളുത്തുള്ളി അരയ്ക്കുവാണ്. ചതച്ചെടുക്കും അല്ലേ? വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കും. പക്ഷേ കരിയാപ്പില വേണം. അമ്മ വെച്ച കരിയാപ്പാണ് ഇവിടെ നിൽക്കുന്നത്. സവച്ചേട്ട വില പണിയാൻ തുടങ്ങിയപ്പം അമ്മ കൊണ്ടുപോയി ഒരു കരിയാപ്പ് വെച്ചു. ആ കരിയാപ്പ് കൊണ്ട് ഇവിടെ ചില പറിച്ചുകൊണ്ട് വരാം. ഇപ്പോൾ രാവിലെ വെയിൽ തെളിയുന്നുണ്ട്. രാവിലെ ഒരു മഴ പെയ്തായിരുന്നു. പെയ്തിട്ട് പിന്നെ തെളിഞ്ഞ് വരുന്നുണ്ട്. ചേച്ചി അവിടെ രാവിലെ ഏതാണ്ടൊക്കെ അടുക്കള നിന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നാ പരിപാടി രാവിലെ? കുമ്പളാണ്. അടയാ കുമ്പളാണോ? ആ, ചേച്ചി രാവിലെ കുമ്പളപ്പം ഉണ്ടാക്കും കേട്ടോ. അതെ, രാവിലത്തെ കാപ്പി കുമ്പളപ്പമാണ്. അമ്മയുടെ മൂലയപ്പം. ചക്ക വരിക്കച്ചക്കയാണോ? ആ ചക്കയല്ലേ? അപ്പോൾ ചേച്ചി രാവിലെ കുമ്പളപ്പം ഉണ്ടാക്കുന്നു. ഞങ്ങളവിടെ കപ്പ ബിരിയാണിയാണ്. നാളെ ചേച്ചി കപ്പ ബിരിയാണിയല്ലേ ഉണ്ടാക്കി? ഞങ്ങൾ കപ്പ ബിരിയാണിയാണ്. കരോട്ടെന്ന് വെച്ചിട്ട് കപ്പ കിട്ടിയായിരുന്നു. പച്ചക്കപ്പ. അതുകൊണ്ട് കപ്പ ബിരിയാണി എന്നുവെച്ചാൽ കരിയാപ്പില എടുത്താക്കാന്നോർത്ത് തന്നാ. തക്കാളിയിൽ പൂട്ട് വരുന്നുണ്ടേ. ഭീകരൻ അങ്ങനെ നോക്കി നിൽക്കണം.
ഇതെന്നാ നോക്കി ഇല്ലടാ ഭീകരോ. ചേച്ചി അവിടെ കുമ്പളപ്പം ഉണ്ടാക്കണം രാവിലെ. നമ്മൾ കൊടുത്ത ചക്ക, നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്ത ചക്കപ്പഴം. ആ കരിയാപ്പിൽ പിടിക്കാൻ പോയതാ. അമ്മയുടെ കരിയാപ്പ്, അമ്മ വെച്ച കരിയാപ്പ്, എലിക്കുട്ട നട്ട കരിയാപ്പിൻ്റെ ഇല. എലിക്കുട്ട നട്ട പിടിപ്പിച്ച കരിയാപ്പ, അതിലെ ഇലയാ. സാബുവിൻ്റെ അവിടെ സാബുമോന്റെ വീട്ടിൽ കൊണ്ടുപോയി നട്ടു കൊടുത്തില്ലേ ഒരു കരിയാപ്പ്. നമ്മുടെ പെരവണി തുടങ്ങുന്നതിന് മുമ്പല്ലേ? പെരപണി തുടങ്ങിയ സമയത്ത് അമ്മ കുഴിച്ചു വെച്ചതാ. ഇവിടെ നാട്ടിൻ ചാടാനെല്ലാം എടുത്തുകൊണ്ട് ഇട്ട് കുഴിച്ചു വെച്ചതാ. ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മളവിടെ അല്ല കിടന്നത്, നമ്മളിവിടെ തന്നെയാ കിടന്നത്. എലിക്കുട്ടി പോയി കിടന്നായിരുന്നു ഒരു 9 മാസത്തോളം. സാവിച്ചേട്ടായി താമസിക്കാൻ വന്നപ്പോ. എവിടെ എവിടെയാ? അവിടെ സാബുമോന് ഭാര്യയും മക്കളും. അപ്പോൾ ഇറച്ചിക്കകത്ത് കരിയാപ്പിലൊക്കെ ഇട്ട് മറ്റേ സവോള ഇടിച്ച് ഇട്ടിട്ടില്ലേ, ചതച്ചിട്ട വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണ്. പൊടികളെടുത്താ പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി എല്ലാം എടുത്തതാ. എടുത്തിട്ട് അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിയുടെ ഇറച്ചി അടുപ്പയിലോട്ട് കയറിയിട്ടുണ്ട്. ലോക്ക് പോയോ? അത് ഈ ഫാബ്രിക്കേഷൻ്റെ പരിപാടി മൊത്തം കളിപ്പാ. ഇവരും ഫാബ്രിക്കേഷൻ ചെയ്ത കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ കൂടുന്നില്ലേ? കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ കൂടുന്നില്ലേ? അമ്മ ഇഷ്ടംപോലെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. ഇല്ല നേരത്തെ പിന്നെ അമ്മ ചാർജ് ഉണ്ടാക്കിയിട്ട് പിന്നെ നീ ഒന്നിപ്പോൾ അമ്മ അടുക്കളന്ന് ഇറങ്ങി ഓടൂലേ ഇത്. പിന്നെ അമ്മ എങ്ങനെ ഉണ്ടാക്കാനാ അല്ലേ? അമ്മ കണ്ട ഇഷ്ടംപോലെ കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാ പറഞ്ഞ. അവിടെ സാബു അല്ലേ താമസിക്കുന്നത്? നമ്മുടെ സാബു. എല്ലാം കുടുംബമായിട്ടാ. നമ്മുടെ സാബുവിന്റെ വീട്ടിലൊന്ന് പോയാലോ? നമ്മുടെ സാബുവിന്റെ വീട്ടിലൊന്ന് പോയാലോ? അല്ല നമ്മുടെ സാബുല്ലേ. അമ്മ പറയുന്നതനുസരിച്ച് ഞാൻ പറയുന്നതാണ്. മുത്തുവാക്കൊന്നുമല്ലേ, അങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലോ കേട്ടോ. അമ്മ പറയുന്നതനുസരിച്ച് ഓളത്തിന് ഞാനൊക്കെ പറഞ്ഞു വിടുന്നത്. ഓളത്തിനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 10 വർഷത്തോളം ചെറുതായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാരണം ശരിക്കും അറിയത്തില്ല, ഏകദേശം എത്രത്തോളം ഉണ്ട്. 10 വർഷമുള്ളോ? നമ്മള് വാഷിംഗ് മെഷീൻ മേടിച്ച വർഷമാ. അവരുടെ കെയർതാമസത്തിന് കൊടുക്കാൻ വേണ്ടിയില്ല നമ്മള് വാഷിംഗ് മെഷീൻ മേടിച്ചില്ലേ? ശരിയാ. ഏകദേശം 10 വർഷത്തോളം ആയിട്ടുണ്ടെന്നായിരുന്നു. അവിടുത്തെ അമ്മയാണ് ഈ അമ്മ. എലിക്കുട്ടി അമ്മയാണ് അവിടുത്തെ അമ്മ. ആ വീട്ടിലുള്ള അമ്മ ഇതേ ഉള്ളൂ. അമ്മേനെ എല്ലാരും കൂടെ എങ്ങനെയാ കൊണ്ടുപോണത്? അവരെ ഭാര്യയും ഭർത്താവും മക്കളും ഉണ്ട്. ഇനി എലിക്കുട്ടി അമ്മയ്ക്ക് വേണേ അവിടെ പോയി നിൽക്കാം. എലിക്കുട്ടി അമ്മയുടെ ഇഷ്ടം പോലെ. എലിക്കുട്ടി അമ്മയ്ക്ക് ഇടയ്ക്ക് അവിടെ പോകാം. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. അവർക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല. അമ്മയ്ക്ക് ഇഷ്ടക്കുറവുണ്ടാകാതിരുന്നാ പിന്നെ സ്നേഹം അമ്മയല്ലേ പറയേണ്ടത്, ഞാനല്ലല്ലോ പറയണ്ടത്. എന്നോട് സ്നേഹമാ. ഇനി അമ്മയുടെ സ്നേഹമാണോന്ന് അമ്മയല്ലേ പറയേണ്ടത്. സ്നേഹക്കുറവൊന്നും വരാൻ കഴിയില്ല. അവര് താമസിക്കുന്നോ? അവര് വേറെ വീട് പണിത്. അവര് വേറെ വീട് പണിതല്ലേ? ആ വീട്ടിന്റെ പേരെന്നാ? ഞാറുകുളം തിരക്കട്ട. അമ്മയ്ക്ക് ഈ റിപ്പീറ്റ് ചോദ്യം മാത്രമേ ഉള്ളല്ലോ അമ്മേ. അമ്മ എപ്പോഴും മറന്നു പോകണം. അമ്മയുടെ 3 ആമക്കൾക്കും ഓരോ ആണും ഓരോ പെണ്ണും വെച്ചാ. എത്ര പിള്ളേരുണ്ട്? 2 വെച്ച് എല്ലാവർക്കും ഉണ്ട്. അമ്മയുടെ ഇല്ലേ എല്ലാ മക്കൾക്കും 2 പിള്ളേര് വെച്ചുണ്ട്. 2 പെൺകൊച്ചും 2 പിള്ളേര് വെച്ചുണ്ടെന്ന്. ആകെയുള്ളോ? പോരെ, ഒത്തിരി ആയ അലമ്പ.
അതൊക്കെ മതി. പിന്നെ അതിനെയൊക്കെ വളർത്തണ്ടേ? ആണില്ലല്ലോ. ആണുണ്ട്, ഓരോ ആണും ഓരോ പെണ്ണും ഉണ്ട്. അപ്പൊ അവനെന്നാ ജോലി? ഗവൺമെന്റ് ജോലിയാ. ആണോ? സന്തോഷായില്ലേ? രക്ഷപ്പെട്ടു. ആ, രക്ഷപ്പെട്ടു. അപ്പൊ രക്ഷപ്പെടാത്ത ഞങ്ങൾ മാത്രമേ ഉള്ളൂ. കൊച്ചുങ്ങളായാലും പഠിച്ചിട്ട് കഴിഞ്ഞാൽ അവരും രക്ഷപ്പെട്ടു. അപ്പൊ ഞങ്ങള് പോക്കല്ലേ? ഗവൺമെന്റ് ജോലിയില്ല, ഒരു ജോലിയില്ല. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഓ, ഇവിടുത്തെ അമ്മയല്ലേ നിൽക്കുന്നേ? ഇല്ലേ? ഇല്ല. അവരൊക്കെ പോയിട്ട് ആ, അവരൊക്കെ പോയിട്ട് ഒത്തിരി നാളായി. ആദ്യത്തെ മോഡലാണ് അമ്മയുടെ വീഡിയോ ആദ്യ കാലത്ത് തുടങ്ങിയ സമയത്തുള്ള രീതികളാണ് ഇന്ന് അമ്മ കാണിക്കുന്നത്. അവിടെ താമസിക്കുന്നവരുമായിട്ട് നമ്മളുമായിട്ട് പോക്കുവരവുണ്ടോ? പോക്കുവരവൊക്കെ ഉണ്ട്. അമ്മ പോക്കുവരവില്ലേ? പിന്നെ അമ്മ പോക്കുവരവുണ്ട്. അമ്മ പോക്കുവരവില്ലേ? എന്നാ ഞങ്ങള് പോക്കുവരവുണ്ടെന്നേ. പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ, ഞങ്ങൾ പോകുന്നതാ അങ്ങോട്ടോ? ആ, അവിടെ താമസിച്ചോ? അവിടെ താമസിക്കുന്നൊന്നുമില്ല. എല്ലാ ആവശ്യത്തിനൊക്കെ പോകും, ആവശ്യങ്ങൾക്കൊക്കെ പോകും. നമ്മുടെ മാനല്ലേ അവിടെ താമസിക്കുന്നത്. എന്തെങ്കിലും ആവശ്യം വരുമ്പോ ആ. അങ്ങനെ അല്ലാതെ എല്ലാം ജീവിതം പറ്റുമോ? പറ്റുമോ? അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയാലേ പറ്റുള്ളൂ. അവിടെ എത്ര പേരുണ്ടോ? അവിടെ 3-4 പേരുണ്ട്. നമുക്ക് അവിടെ പോയി അവരെ ഒന്ന് കാണിക്കാം. അമ്മ സമ്മതിക്കത്തില്ല പറഞ്ഞാലും. അവിടെ നിന്ന് പോയി നോക്കണം. അവർക്ക് ജോലിക്ക് പോകേണ്ട സമയമാണെങ്കിൽ ഉണ്ടോ? ഇല്ല, അമ്മയും ചാച്ചനൊന്നും ഇല്ല. ഇല്ലേ? ചേച്ചിക്ക് അവർക്ക് ജോലിക്ക് പോകണേ. ജോലിക്ക് പോകണം. നമ്മളിന്ന് അവരുടെ സമയം കളയണ്ട. അല്ല, അമ്മേനൊന്നും കൊണ്ടുപോയി കാണിച്ചേക്കായിരുന്നു. ജോലിക്കാരുണ്ടോ? ആ, ജോലിക്കാരൊക്കെ ആന്നേ. അവരെല്ലാം ജോലിക്കാരാ. ഞാൻ ഇൻച്ചാൻ പോയി കിടക്കാൻ പോയ ശരീരം മുഴുവൻ വേദനയാണ്. പനിയുടെ ആ ഇത് മാറി. ജോലിയാണോ? ആ, ഗവൺമെന്റ് ജോലിയൊക്കെ ആന്നേ. ജോലിക്കാരി, ഗവൺമെന്റ് ജോലിക്കാരി. അമ്മ ഗവൺമെന്റ് ജോലിക്കാരി ആവേണ്ടതായിരുന്നു. അന്ന് അമ്മേനെ പഠിപ്പിക്കാൻ ആരും ഇല്ലാണ്ടായിപ്പോ എന്നാ ചെയ്യാനാ അല്ലേ? പഠിപ്പിച്ചൊരു ഗവൺമെന്റ് ജോലിക്കാരി ആക്കേണ്ടതായിരുന്നു അല്ലേ? എലിക്കുട്ടീനെ. ഞാനെന്റെ വീട്ടിലോട്ട് പോയില്ലേ? എന്റെ വീട്ടിൽ അവിടെ ആരുമില്ല. അവിടെ ആരുമില്ല. എവിടെ? അമ്മയുടെ വീട്ടില്. പിന്നെ അവിടെയുള്ളവരൊക്കെ അവിടെ പോയി. അവരൊക്കെ ഇവിടെയാ ഇപ്പം. അവിടെയല്ലേ ഞാൻ താമസിച്ചോണ്ടിരുന്നത്. ഇപ്പോൾ കപ്പ എടുത്ത് കുക്കറിനകത്ത് എടുത്തിട്ട് വെച്ചു. ഇറച്ചി എന്ത് മാറ്റി അടുത്തത് വെച്ചിരിക്കുകയാണ്. പുറത്തോട്ട് മാറ്റിയിട്ട് കപ്പ എടുത്ത് പുറത്ത് വെച്ചു, കുക്കറിനകത്ത് വെച്ചു. തിരുവനന്തപുരം കപ്പയ്ക്ക് എത്താണുള്ളത്. കപ്പയ്ക്കുള്ള അരപ്പ് റെഡി ആയിരിക്കുന്നുണ്ട്. കപ്പയ്ക്കുള്ള അരപ്പ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. കപ്പ വെന്ത് വരുന്നതനുസരിച്ച് കുക്കറിൽ നിന്നും വെന്ത കപ്പ വേറെ പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അതിനടിയിൽ ഇറച്ചിട്ടുണ്ട് അല്ലേ? അതിനടിയിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ഇറച്ചി അടിയിലിട്ടുണ്ട്. ഈ രണ്ടും കൂടെ ഒരുമിച്ച് വേവിക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുകളിൽ അരപ്പ് ഇട്ട് കൊടുക്കുകയാണ്. കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ടോ അല്ലേ? നല്ല ഇത് വന്നിട്ടുണ്ടല്ലേ? ഈ അടപ്പ് വെള്ളം കുറച്ചും കൂടെ പറ്റാനുണ്ട്. അതിന് ശേഷം വേണം നമുക്ക് മിക്സ് ചെയ്യാനായിട്ട്. ഒന്ന് മിക്സ് ചെയ്തല്ലേ? മിക്സ് ചെയ്ത് നോക്കിയാണ്. അപ്പം വെള്ളം കുറച്ചും കൂടെ പറ്റാനുണ്ട്. വെള്ളം കുറച്ചും കൂടെ പറ്റിയിട്ട് വേണം ബാക്കി മിക്സ് ചെയ്യാനായിട്ട്. മിക്സ് ചെയ്ത് ഉടയ്ക്കുകയാണ്. ശരിക്കും കപ്പ ഇടിച്ച് ഉടയ്ക്കും. അങ്ങനെ ഉണ്ടല്ലേ? ഒരു പരിപാടി ഉണ്ടല്ലോ, ഷാപ്പുകാരൊക്കെ ചെയ്യുന്ന പരിപാടി. കട്ടിക്കകത്തിട്ട് ഉടയ്ക്കും. എന്നിട്ട് ഇതിനകത്ത് എന്നാക്കി നമ്മൾ സാധനങ്ങൾ ചേർക്കണേ? മറ്റേ സാധാരണ കറി ഇറച്ചി വെക്കുന്ന പോലെ തന്നെ കറി വെക്കുന്നു. എന്നിട്ട്
ഇങ്ങോട്ട് മിക്സ് കപ്പയ്ക്കും അതുപോലെ തന്നെ കപ്പ പുഴുങ്ങാൻ എടുക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ അല്ലേ? ഞാനിങ്ങനെ ഇവിടെ ചെയ്യുന്നത്. ഇനി വേറെ വല്ല വ്യത്യാസമുണ്ടോ? ഓരോ സ്ഥലത്തൊക്കെ വ്യത്യാസമായിരിക്കും, എനിക്കറിയത്തില്ല. ചിലടത്ത് ഇത് കപ്പ ഇതും കൂടെ സെപ്പറേറ്റ് വേവിച്ച് വെച്ചിട്ട് രണ്ടും കൂടെ കൂടി ഇതുപോലെ പുറത്തെടുത്ത് വെച്ചിട്ട് മിക്സ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരുമിച്ചിട്ട് വയ്ക്കാതെ രണ്ടായിട്ട് വേവിച്ചിട്ട് ഒരുമിച്ചിട്ട് വല്ല കുഴച്ചത് ഇതങ്ങനെ ഒരുമിച്ചിടാതെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് മാത്രം എടുക്കുന്നതായിട്ട്. നമ്മുടെ കപ്പ ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കിയാൽ മതി. ഉപ്പുണ്ടോ എന്ന് നോക്കിയോ. നിങ്ങൾക്കൊക്കെ ഉപ്പ് പാകാണോ? എനിക്കറിയത്തില്ല. നോക്കട്ടെ, നോക്ക്. ചൂട് മതിയോ? കുഴപ്പമില്ല, കണ്ടീഷനാണ്. നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ കപ്പ ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കപ്പ ബിരിയാണി കഴിക്കാൻ പോകണം. എല്ലാവരും കൂടിയാണ് കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രഭാത ഭക്ഷണത്തിലേക്ക് കടക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.